ഹലോ, നിങ്ങളുടെ ഓണസദ്യയിലേക്ക് വേണ്ടി ഒരു അടിപൊളി നെല്ലിക്ക സ്വീറ്റ് ആൻഡ് സോർ റെസിപ്പി ആയിട്ട് വരുന്നത്. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റെനസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് ഒരു 15 നമ്പേഴ്സ് ഉണ്ടാവും. നെല്ലിക്ക എടുത്ത് നമ്മളൊന്ന് ഉപ്പിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സ്മോൾ പീസസ് ആക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു പാൻ വെക്കുക. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നല്ലെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം കടുക് ഇടുകയാണ്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഇടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് സോട്ടാകുമ്പോൾ നമ്മൾ ഇച്ചിരി വേപ്പിൻ്റെ ഇലയും ഒരു 3 പച്ചമുളക് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് നമ്മുടെ ടേസ്റ്റിന് ഇടാത്ത എരിവനുസരിച്ച് ഇടാത്ത ഞാനൊരു 3 പച്ചമുളക് ഇട്ടേക്കുന്നത്. ഇനിയൊക്കെ ഇതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി, സബോള വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ചുവന്നുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ചുവന്നുള്ളി ഒന്ന് വാടി വരണം കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ ഓർഡിനറി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ കളറ് കിട്ടും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മുളകിൻ്റെ നേർപകുതി മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ തക്കാളി, ഒരു 2 വലിയ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി വരണം കേട്ടോ. അത് വരയ്ക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം കൊടുത്ത് വേവിക്കാം, പക്ഷേ ഞാനിതിൽ വെള്ളം തൊടാതെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചാലും കേട് വരത്തില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഈ തക്കാളിയിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. ഒന്ന് ക്ലോസ് ചെയ്ത് വേവിക്കാം കേട്ടോ. ഒന്ന് ക്ലോസ് ചെയ്ത് അതൊന്ന് സോഫ്റ്റ് ആവണം. ആ ടൊമാറ്റോസൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം. അത് കഴിയുമ്പോൾ നമ്മൾ ഈ നെല്ലിക്ക ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒരുവിധം ടൊമാറ്റോ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മുടെ ഈ ആവിയിൽ വേവിച്ച് നെല്ലിക്ക ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നെല്ലിക്കയിൽ ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതിലേക്ക് 2 പീസോളം ജാഗ്രി ആഡ് ചെയ്യുന്നുണ്ട്. സ്വീറ്റ് നമുക്ക് ഇഷ്ടമനുസരിച്ച് ഒരു ചെറിയൊരു പീസ് ഇട്ടാലും മതി, അല്ലെങ്കിൽ നമുക്ക് മധുരം കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ഇടാമെന്ന് മാത്രം കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് വേവിക്കുന്നുണ്ട്. അപ്പോൾ ആ നെല്ലിക്കയിലൊക്കെ ഉപ്പും ഇതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ്സ് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഒക്കെ ഒരുവിധം നന്നായി ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ ഒരുവിധം തെളിഞ്ഞും വരുന്നുണ്ട്. നമ്മളിത് അധികം ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഇത് വേണമെങ്കിൽ ഉലുവയും കായും പൊടിച്ച് വെക്കാം, അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ സാധാ സാമ്പാർ പൊടി കിട്ടില്ലേ, അത് കേട്ടോ. അത് ആഡ് ചെയ്യാം. അപ്പോൾ ആ കായത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ഇതിൽ വരും. ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡിഷ് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരിയും കൂടി പുളി, ഇതിപ്പോൾ ഒരു വിധം മോഡറേറ്റ് പുളിയാണ് കേട്ടോ. ഒത്തിരി പുളി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ നെല്ലിക്കയുടെ പുളിയല്ലേ വരുന്നുള്ളൂ, നെല്ലിക്കയും ടൊമാറ്റോൻ്റെയും പുളിയല്ലേ വരുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ട് നമുക്കിനി ഇതിൽ ഇച്ചിരി കൂടി സോട്ട് തോന്നണമെങ്കിൽ ഇച്ചിരി വിനീഗറോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ ഒഴിക്കുക കേട്ടോ. അത് പെർഫെക്റ്റാണ്. ഇപ്പോൾ നമുക്കിന്ന് പുളി ആവശ്യമൊന്നുമില്ല, ആവശ്യത്തിന് പുളിയുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓണത്തിനൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 2 ദിവസം മുമ്പ് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചുവന്നുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് വെച്ചാൽ കേട് വരില്ല കേട്ടോ. 1 ടീസ്പൂണോളം വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്, ഇനിയിപ്പോൾ വിനീഗർ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപ്പ് വേണമെന്ന് ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് ഇത് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമ്മൾ ജാറിലേക്ക് ആക്കി വെക്കുക കേട്ടോ. ഇത് അധികം ദിവസമൊന്നും വെക്കാൻ പറ്റില്ല, നമ്മൾ തക്കാളിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം ദിവസം വെക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു 1-2 ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാം പുറത്ത്, പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. ഇത് നമ്മുടെ ചുവന്നുള്ളിയും തക്കാളിയും നെല്ലിക്കയും കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ട് പ്ലെയിൻ റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഇറ്റ്സ് റിയലി നൈസ്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതൊരു സൈഡ് ഡിഷ് ആയാലോ, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
നമ്മുടെ ഡിഷ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ. ടേക്ക് കെയർ.